കോൺഗ്രസ് പ്രവർത്തകൻ ലാൽജിയെ വെട്ടിക്കൊന്ന കേസിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയോ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളോ. പേരാമംഗലം പാണ്ടിയത്ത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് 6.5 കോടി രൂപ വിലമതിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം കവർന്ന കേസിൽ 5 പേർ കൂടി പിടിയിൽ. പാമ്പുങ്കൽ ക്ഷേത്രത്തിലെ മഠാധിപതിയും കേസിലെ മുഖ്യപ്രതിയും ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ജനമൈത്രി പോലീസിന് സംസ്ഥാനത്ത് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് IG ഗോപിനാഥ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത കൂടുതൽ മാറ്റങ്ങൾ വരുത്തി പോലീസ് പുതിയ മുഖം നേടേണ്ടതുണ്ടെന്നും IG. ശ്രീനാരായണ ഗുരുദേവന്റെ 159ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ജില്ലയിലെങ്ങും ആചരിച്ചു. അനുസ്മരണ യോഗം, ജയന്തി ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ നടന്നു. കേരള വിഷന്റെ കൺട്രോൾ റൂം മാറ്റുന്നതിന്റെ ഭാഗമായി TCV ചാനൽ സംപ്രേഷണം തടസ്സപ്പെട്ടതിൽ ഖേദിക്കുന്നു. TCV ചാനലുകൾക്ക് പുറമെ മറ്റു ചാനലുകളുടെ സംപ്രേഷണവും ഇതിന്റെ ഭാഗമായി തടസ്സപ്പെട്ടിരുന്നു. കേബിൾ TV ഉപഭോക്താക്കൾ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് പ്രവർത്തകൻ ലാൽജി വധക്കേസിലെ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതൂർക്കര കോട്ടപ്പുറത്ത് വീട്ടിൽ വൈശാഖ്, പുതൂർക്കര ഓടംപറമ്പിൽ വീട്ടിൽ റിജീഷ്, അയ്യന്തോൾ സ്വദേശികളായ പന്നിയങ്കര വാരണത്ത് രവികുമാർ, ഈച്ചരത്ത് രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പുതൂർക്കര സ്വദേശികളായ വൈശാഖും റിജീഷും ചേർന്നാണ് 16-ന് ലാൽജിയെ അയ്യന്തോളിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. നേരത്തെ കൊല്ലപ്പെട്ട മധു ഈച്ചരത്തിന്റെ ജ്യേഷ്ഠന്റെ മകനായ രാജേഷ്, സുഹൃത്ത് രവികുമാർ എന്നിവർ ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഗൂഢാലോചനയിൽ പങ്കാളികളായ രാജേന്ദ്രൻ, സജീഷ് എന്നിവർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പും തുടരന്വേഷണവും നടത്തും. അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദൻ ചൌധരി, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ രാധാകൃഷ്ണൻ നായർ, വെസ്റ്റ് CI രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെസ്റ്റ് SI സൂരജും ഷാഡോ പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത്. രാഷ്ട്രീയ കിടമത്സരവും വ്യക്തിവൈരാഗ്യവുമാണ് ലാൽജി വധത്തിന് കാരണമെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഇക്കാര്യത്തിൽ ഇല്ലെന്നും പോലീസ് വിശദീകരിച്ചു. തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദൻ ചൌധരി, CI രാമചന്ദ്രൻ എന്നിവരാണ് കൊലപാതകത്തിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന നിഷേധിച്ചത്. കൊല്ലപ്പെട്ടവർ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നും ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കവും ചേരിപ്പോരും കൊലയ്ക്ക് കാരണമാണെന്നും പോലീസ് സമ്മതിക്കുമ്പോൾ തന്നെ കൊലപാതകത്തിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഇല്ലെന്നാണ് പോലീസ് നിലപാട്. Finally we could catch hold of one Rajesh and Banna Ravi. So through Rajesh and Banna Ravi we got the information that Vaishak and Rijesh, they are the main persons who inflicted the injury on the deceased. മധുവിന്റെ കൊലപാതകം രാഷ്ട്രീയമല്ല. ലാലിന്റെ വീട്ടിൽ കയറി മധു ആക്രമിച്ചിട്ടുണ്ട്, മധുവിനെ വെട്ടിയിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയ ബന്ധം അതിൽ ഉടലെടുത്തിട്ടില്ല. അതിലൊരു സ്വാധീനം ആരും അതിന് വന്നിട്ടില്ല. ലാൽജിയുടെ സഹോദരൻ പ്രേംജിയെ വീട്ടിൽ കയറി വെട്ടിയതിനെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് മധുവിന്റെ കൊലപാതകത്തിന് കാരണം. മധുവിന്റെ കൊലപാതകത്തിൽ ലാൽജിക്ക് പങ്കുണ്ടെന്ന സംശയവും പലിശ ഇടപാട് സംബന്ധിച്ച തർക്കവും വ്യക്തിവൈരാഗ്യവും ലാൽജിയുടെ കൊലപാതകത്തിലേക്ക് വഴിവെച്ചുവെന്നാണ് പോലീസ് വിശദീകരണം. കൊല്ലപ്പെട്ട മധുവിന്റെ സുഹൃത്താണ് മുഖ്യപ്രതിയും ക്രിമിനൽ പശ്ചാത്തലവുമുള്ള വൈശാഖ്. മധുവിന്റെ ജ്യേഷ്ഠന്റെ മകനായ രാജേഷിന്റെ ഒത്താശയോടെ വൈശാഖ് രജീഷുമായി ചേർന്ന് മധുവിന്റെ മരണത്തിന് പകരം ചോദിക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതികളായ വൈശാഖിനോടും സഹോദരൻ വിവേകിനോടും വെസ്റ്റ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും ഹാജരായി ഒപ്പിടണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിൽ വിവേക് ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായി. ലാൽജിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പ്രതികൾ സംശയിച്ചിരുന്നതായി പോലീസ് പറയുന്നു. എന്നാൽ കൊല്ലപ്പെട്ട പ്രതികൾക്ക് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധവും അത്തരത്തിലുള്ള ഗൂഢാലോചനയും ഗ്രൂപ്പ് വൈര്യവും കൊലപാതകത്തിന് പിന്നിലില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് കൊട്ടേഷൻ തുക നൽകിയതായി അറിവില്ലെന്നും പോലീസ് വിശദീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പേരാമംഗലം പാണ്ടിയത്ത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് 6.5 കോടി രൂപ വിലമതിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം കവർന്ന കേസിൽ മഠാധിപതിയും കേസിലെ മുഖ്യപ്രതിയും ഉൾപ്പെടെ 5 പേരെ കൂടി ഗുരുവായൂർ ACP RK ജയരാജന്റെ നേതൃത്വത്തിലുള്ള പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ മുഖ്യപ്രതി അടാട്ട് സ്വദേശി മഠത്തുംപടിക്കൽ ബിജു, എളവള്ളി വട്ടുംപറമ്പിൽ ദിലീപ്, പാമ്പുങ്കൽ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മഠാധിപതി, പേരാമംഗലം പാമ്പുങ്കൽ വീട്ടിൽ ഫ്ലെമിയോൺ എന്ന് വിളിക്കുന്ന ഉണ്ണി, പേരാമംഗലം പാണ്ടിയത്ത് വീട്ടിൽ കറപ്പൻ എന്ന് വിളിക്കുന്ന ബിജു, വേലൂർ സ്വദേശി കോട്ടായി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ അടാട്ട് സ്വദേശി ബിജു 10ഓളം മോഷണക്കേസിലെ പ്രതിയാണെന്ന് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ RK ജയരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഔദ്യോഗിക രംഗത്ത് തന്നെ തമിഴ്നാട്ടിലെ രംഗത്ത് അതിന് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്താശ കിട്ടുന്നുണ്ടോ എന്ന് പോലും
സംശയമുണ്ട്. കാരണം ഇങ്ങനെ സീല് സംഘടിപ്പിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ വിലയൊക്കെ പാടുകൂടിയാണ് ഈ വിഗ്രഹത്തുമ്പോൾ വരുന്നത്. അവിടെ ഇതിന് ചിലവാക്കുന്ന പണം മുഴുവനും ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുമ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ നമുക്കൊരു ഹിയർസേ ഇതുകളേ ഉള്ളൂ, നമുക്ക് ഡയറക്റ്റ് എവിഡൻസുകൾ ഇതിനകത്തില്ല. മോഷ്ടിച്ച പഞ്ചലോക വിഗ്രഹം പ്രതി ദിലീപിന്റെ എളവള്ളിയിലുള്ള വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കേസിൽ അറസ്റ്റിലായ മഠാധിപതി ഉണ്ണി എന്ന് വിളിക്കുന്ന ഫ്ലെമിയോന്റെ വീട്ടിൽ വെച്ചാണ് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച പഞ്ചലോക വിഗ്രഹം വിറ്റഴിക്കാൻ കഴിയാഞ്ഞതിലാണ് 2 വർഷമായിട്ടും പ്രതികളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. പേരമംഗലം CI PK ബിജുകുമാർ, SI മാരായ സെൽവരാജ്, സുധാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാമചന്ദ്രൻ, ബിനൻ, രാജൻ, ജോസഫ്, ബാലസുബ്രഹ്മണ്യൻ, വിനോജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ്, മോഹൻ, പ്രദീപ്, ഷാഡോ പോലീസ് അംഗങ്ങളായ പഴനിസ്വാമി, ഉല്ലാസ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പേരാമംഗലത്ത് അറസ്റ്റിലായ ക്ഷേത്രകവർച്ചാ സംഘം തമിഴ്നാട്ടിലും ക്ഷേത്രകവർച്ച നടത്താൻ 2 തവണ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട്ടിൽ സത്യമംഗലം, ഗോപിചെട്ടിപ്പാളയം എന്നീ സ്ഥലങ്ങളിലുള്ള 2 ക്ഷേത്രങ്ങളിലാണ് കാവൽക്കാരെ ബന്ധിച്ച് കവർച്ച നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. തമിഴ്നാട്ടിൽ കവർച്ച നടത്തുന്നതിനായി അറസ്റ്റിലായ പ്രതികൾ കോയമ്പത്തൂരിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകളും ക്ഷേത്രം കുത്തിത്തുറക്കുന്നതിനുള്ള ആയുധങ്ങളുമായി 2 തവണ ഒരു വാഹനത്തിൽ പോയെങ്കിലും ക്ഷേത്രത്തിന് സമീപം പോലീസിനെ കണ്ട് പ്രതികൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയതായി അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ പറഞ്ഞു. അറസ്റ്റിലായ ബിജു ഗുരുവായൂർ പന്നിശ്ശേരി ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിൽ കത്തിച്ചു നടത്തിയ തിടമ്പ് കവർച്ച, വാഗ കാർത്യായനി ക്ഷേത്രം കവർച്ച, തങ്ങാലൂർ പന്തയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കവർച്ച, വെളപ്പായ മഠത്തിലോരം നരസിംഹമൂർത്തി ക്ഷേത്ര കവർച്ച എന്നീ കേസുകളിലെ മുഖ്യപ്രതിയാണ്. വെളപ്പായ ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന തിടമ്പ് പൊള്ളാച്ചിയിൽ വെച്ച് ഉരുക്കിക്കളഞ്ഞതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. ക്ഷേത്ര കവർച്ച കേസുകളിലെ പ്രതികൾക്ക് തമിഴ്നാട്ടിലെ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിക്കുന്നുണ്ടെന്ന് പോലീസ്. പേരാമംഗലത്ത് പിടിയിലായ ക്ഷേത്ര കവർച്ച സംഘത്തിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരം ലഭിച്ചത്. ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾക്കും തിടമ്പുകൾക്കും കാലപ്പഴക്കം നിർണ്ണയിച്ച് നൽകുകയും വില നിശ്ചയിച്ച് നൽകുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ഒത്താശയോടെയുള്ള റാക്കറ്റാണെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിലെ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ സംഘമാണ് പാണ്ഡിയത്ത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച വിഗ്രഹത്തിന് 6.5 കോടി രൂപ വിലമതിക്കുമെന്ന് നിർണ്ണയിച്ച് നൽകിയതെന്ന് പേരാമംഗലം CI PK ബിജുകുമാർ പറഞ്ഞു. വിഗ്രഹങ്ങൾക്ക് പഴക്കം തോന്നിക്കുന്നതിനായി രാസലായനി ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജനമൈത്രി പോലീസിന് സംസ്ഥാനത്ത് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് IG S ഗോപിനാഥ് പറഞ്ഞു. തൃശൂർ K കരുണാകരൻ സ്മാരക ടൗൺ ഹാളിൽ തുടരുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി പോലീസ് പുതിയ മുഖം നേടേണ്ടതുണ്ടെന്നും IG പറഞ്ഞു. മേയർ IP പോൾ ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക സമ്മേളനത്തിൽ KPOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ തോമസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ വൈശാഖൻ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോയ് M മണ്ണൂർ എന്നിവർ സംസാരിച്ചു. നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. 24-ന് പ്രതിനിധി സമ്മേളനം ചേരും. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 159-ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ജില്ലയിലെങ്ങും ആചരിച്ചു. കുറുക്കഞ്ചേരി ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം കുറുക്കഞ്ചേരി ശ്രീനാരായണ ഹാളിൽ VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SNBP യോഗം പ്രസിഡന്റ് MK സൂര്യപ്രകാശ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മെഡിക്കൽ സയൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ K ജ്യോത്സ്നയെയും അഖിലേന്ത്യാ ഗണിതശാസ്ത്ര മത്സരത്തിൽ 3ാം റാങ്ക് നേടിയ C വൈഷ്ണവ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര താരം ലിഷോയ്, കോർപ്പറേഷൻ കൗൺസിലർ വിനോദ് പൊള്ളഞ്ചേരി, AK മോഹൻദാസ്, ഡോക്ടർ TK വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. SNDP യോഗം കൂർക്കഞ്ചേരി ഈസ്റ്റ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷം കൂർക്കഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തൃശൂർ യൂണിയൻ പ്രസിഡന്റ് KV സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു സഹായ വിതരണം നടത്തി. SNDP തൃശൂർ യൂണിയൻ സെക്രട്ടറി IG പ്രസന്നൻ, കോർപ്പറേഷൻ കൗൺസിലർ വിനോദ് പൊള്ളഞ്ചേരി, D രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കുറുക്കഞ്ചേരിയിൽ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചു. SNBP യോഗത്തിന്റെ സഹകരണത്തോടെ കണിമംഗലം
ന്യൂ സത്യ ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഘോഷയാത്ര വലിയാലിക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ കാവടി, നാദസ്വരം, ബാൻഡ്, കരകാട്ടം, ശിങ്കാരിമേളം എന്നിവയ്ക്ക് പുറമെ നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ശ്രീ മാഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര സമാപിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമാനവ ലോകത്തിന് വഴികാട്ടിയാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് SNDP യോഗം തൃശൂർ യൂണിയൻ അയ്യന്തോൾ പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒളരി സെന്ററിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ സമാധാനപരമായി വിപ്ലവം സൃഷ്ടിക്കാൻ ഗുരുദേവനും അനുയായികൾക്കും കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കാൻ കാരണം വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതാണെന്ന് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. SNDP യോഗം തൃശൂർ യൂണിയൻ പ്രസിഡന്റ് KV സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഒളരിക്കര പള്ളി വികാരി ഫാദർ പോൾ വട്ടക്കുഴി, KU പ്രഭാകരൻ, NV രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ESI ജംഗ്ഷനിൽ നിന്ന് ഒളരി സെന്ററിലേക്ക് ഘോഷയാത്ര നടത്തി. SNDP യോഗം അയ്യന്തോൾ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചിക്കൽ ഗുരുമന്ദിരത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. ഗുരുപൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം നടന്ന പൊതുയോഗം SNDP തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KV സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. SNDP ശാഖാ പ്രസിഡന്റ് രാജൻ K കാണത്ത് അധ്യക്ഷത വഹിച്ചു. KK വേലായുധൻ, ലതാ സിദ്ധകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ജയന്തി ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിന് സമീപം 45 വയസ്സ് തോന്നിക്കുന്ന അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ക്രീം കളർ ഷർട്ടും കാവിമുണ്ടും ധരിച്ച് വെളുത്ത നിറമുള്ള ഇയാളുടെ വലതു കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിദ്യാർത്ഥിനിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുറ്റേക്കര നെല്ലിശ്ശേരി തോമസ് മകൾ 15 വയസ്സുള്ള വിൻസിയാണ് മരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിടയാക്കിയ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം പടമാട്ടുങ്ങൽ വിൽസൺ എന്ന ബാബുവാണ് അറസ്റ്റിലായത്. ആനന്ദപുരം തെക്കേക്കര കൃഷ്ണന്റെ മകൾ ഭവ്യ കഴിഞ്ഞ മാസം 23-ന് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. ബാബുവും ഭവ്യയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ഭവ്യയെ നിരവധി തവണ പ്രതി പീഡിപ്പിച്ചിരുന്നതായും വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് ഭവ്യയുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും പുതുക്കാട് SI MJ ജിജോ പറഞ്ഞു. ഭവ്യയുടെ അമ്മാവൻ ഉണ്ണികൃഷ്ണന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഭവ്യയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. കൂടാതെ പ്രതി ബാബുവിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതായി കാണിച്ച് വനിതാ സെല്ലിൽ ഭവ്യ പരാതിയും നൽകിയിരുന്നതായി കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ഗുരുദർശന അവാർഡ് പ്രൊഫസർ MK സാനുവിനെ ജസ്റ്റിസ് K സുകുമാരൻ സമ്മാനിച്ചു. ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് PK ജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CK നാരായണൻകുട്ടി ശാന്തി പ്രശസ്തി പത്രം സമ്മാനിച്ചു. പ്രൊഫസർ KU അരുണൻ പ്രൊഫസർ MK സാനുവിന്റെ സമഗ്ര സംഭാവനകളെ വിലയിരുത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഇനി ജനകീയ കോടതിയിലേക്ക്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളെല്ലാം ജലരേഖയായി അവശേഷിക്കുമ്പോഴും പാലിയേക്കരയിൽ വീണ്ടും ടോൾ വർദ്ധിപ്പിച്ച് ജനത്തെ കൊള്ള ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ജനരോഷം ശക്തമാവുകയാണ്. ഒരു കൈകൊണ്ട് ജനത്തിന്റെ കണ്ണുപൊത്തി മറു കൈകൊണ്ട് സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന കൗടില്യകലയാണ് രാഷ്ട്രീയമെന്ന് പാലിയേക്കര വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ 25% വർദ്ധിപ്പിച്ചതിനു പുറമെ 15 മുതൽ 30% വരെ ടോൾ നിരക്ക് കൂട്ടാനാണ് പുതിയ നീക്കം. സർവീസ് റോഡുകൾ, ട്രാഫിക് സിഗ്നൽ, ഡ്രൈനേജ് സംവിധാനം എന്നിവയെല്ലാം 6 മാസത്തിനകം സജ്ജമായില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇനിയും നടപ്പായിട്ടില്ല. റോഡിന്റെ അശാസ്ത്രീയത മൂലം പേരാമ്പ്ര മേഖലയിൽ 25ഓളം പേർ അപകടത്തിൽ മരണമടഞ്ഞെന്ന് ചാലക്കുടി MLA BD ദേവസി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും കമ്പനിക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും MLA പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അവലോകന യോഗത്തിനിടെയായിരുന്നു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്കനുസരിച്ച് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് 6 മുതൽ 7.5 കോടി രൂപയാണ് ചിലവ്. എന്നാൽ BOT കമ്പനിയുടെ കണക്കനുസരിച്ച് 17 കോടി മുതൽ 25 കോടി വരെയാണ് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാനുള്ള ചെലവ്.
പാലിയേക്കര മുതൽ അങ്കമാലി വരെ റോഡ് നിർമ്മിക്കാനായി 312 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് കമ്പനി ആദ്യം തയ്യാറാക്കിയത്. എന്നാൽ പിന്നീട് ഇത് 690 കോടി രൂപയാക്കിയെന്നും കമ്പനി അവകാശപ്പെടുന്നു. BOT പാതയുടെ 40% സംസ്ഥാന സർക്കാർ ഗ്രാന്റായി നൽകുമെന്നാണ് വ്യവസ്ഥ. ഇവിടെ ഗ്രാന്റിന് പകരമായി അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെയുള്ള റോഡ് ടോൾ പിരിക്കാനായി കമ്പനിക്ക് വിട്ടു നൽകുകയായിരുന്നു. നിലവിൽ 1 കോടിയിലധികം ദിവസേന ടോൾ പിരിക്കലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഈ വിധം 566 ദിവസം ടോൾ പിരിവ് പിന്നിട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ നിർമ്മാണ ചിലവ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. 17.5 വർഷത്തേക്കാണ് ടോൾ പിരിക്കാനുള്ള കരാർ. ഇത് 30 വർഷത്തേക്കാക്കണമെന്നാണ് ടോൾ കമ്പനിയുടെ ആവശ്യം. 1 ലിറ്റർ ഇന്ധനത്തിന് 2 രൂപ സെസ് പിരിക്കുകയും വാഹന നികുതി ഇനത്തിൽ പിരിക്കുന്ന കോടികളും റോഡ് നിർമ്മാണത്തിനായി വകയിരുത്തുന്നുണ്ടെന്നാണ് വെപ്പ്. എന്നിട്ടും സർക്കാരിന് റോഡ് നിർമ്മിക്കാൻ പണമില്ലെന്നാണ് വാദം. അതിനാൽ 13,000 കിലോമീറ്റർ ടോൾ റോഡ് നിർമ്മിക്കുമെന്ന നയപ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നത്. ഇതിനെ പകൽക്കൊള്ള എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? യൂത്ത് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പുകാർ ചേരിതിരിഞ്ഞ് സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം തൃശൂരിൽ രഹസ്യയോഗം ചേരുന്നതിനിടെ ഇതേ ഗ്രൂപ്പിലെ മറുവിഭാഗം കടന്നുവന്നതാണ് തർക്കത്തിൽ കലാശിച്ചത്. തർക്കം അക്രമത്തിൽ അവസാനിക്കുകയായിരുന്നു. CN ബാലകൃഷ്ണൻ, TU രാധാകൃഷ്ണൻ വിഭാഗങ്ങൾ തമ്മിലായിരുന്നു തർക്കമുണ്ടായത്. പരിക്കേറ്റ പ്രവർത്തകരെ കോഓപ്പറേറ്റീവ് ആശുപത്രി, ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. സുജിൻ C പ്രമോദ്, അഫ്സൽ, ഫ്രാൻസിസ് ചിറ്റലപ്പള്ളി എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത്. അനധികൃതമായി സൂക്ഷിച്ച 5 ലിറ്റർ വിദേശ മദ്യം വിയ്യൂർ പോലീസ് പിടികൂടി. മാറ്റാമ്പുറം പൂളായ്ക്കൽ സ്വദേശി വിനയ്കുമാറിനെയാണ് വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ അരിയങ്ങാടിയിൽ നിർമ്മാണത്തിലിടുന്ന കെട്ടിടം തകർന്ന് 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11:30 അപകടം. കെട്ടിടത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്ക് 3ാം നിലയിലെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച തട്ടിൽ തൂങ്ങിക്കിടന്നാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. ഹോളോബ്രിക്സുകൾ വീണാണ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത്. ഹോളോബ്രിക്സുകൾ റോഡിലും തെറിച്ചു വീണു. അപകടത്തിൽ സമീപത്തെ മറ്റൊരു സ്ഥാപനത്തിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് അതുവഴി വന്ന ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. കാങ്കപ്പറമ്പിൽ റെഡ് സി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഖപത്രം സോഷ്യലിസ്റ്റ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ജില്ലാ പ്രസിഡന്റ് യൂജിൻ മുറേലിക്ക് നൽകിയ പ്രകാശനം നടത്തി. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ സെക്രട്ടറി PN ഷാജി, കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് TA ഫ്രാൻസിസ്, സുധീർ G കൊല്ലാറ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശന ചടങ്ങിൽ പാർട്ടി ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. തൃശൂർ പാലക്കാട് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മണ്ണുത്തി മുതൽ കുതിരാൻ വരെയുള്ള റോഡിന് മാത്രമായി തുക അനുവദിച്ച നടപടി പ്രഹസനമാണെന്ന് PK ബിജു MP പ്രസ്താവനയിൽ പറഞ്ഞു. ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ മണ്ണുത്തി വടക്കഞ്ചേരി വാളയാർ വരെ ദേശീയപാത ഗതാഗത യോഗ്യമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് PK ബിജു ആവശ്യപ്പെട്ടു. മണ്ണുത്തി വാളയാർ വരെയുള്ള ദേശീയപാത ശോച്യാവസ്ഥയിലാണെങ്കിലും ഗതാഗത യോഗ്യമല്ലാത്ത വിധം പൂർണ്ണമായും തകർച്ച നേരിടുന്നത് മണ്ണുത്തി വടക്കഞ്ചേരി ഭാഗമാണ്. ഇതിനെ തുടർന്ന് പാലക്കാട് തൃശൂർ റൂട്ടിലോടുന്ന പല സ്വകാര്യ ബസ്സുകളുടെയും സർവീസ് പാലക്കാട് നിന്ന് വടക്കഞ്ചേരി വരെ മാത്രമായി അവസാനിപ്പിക്കുകയാണ്. മണ്ണുത്തി മുതൽ കുതിരാൻ വരെ മാത്രമായി ഗതാഗത യോഗ്യമാക്കിയാൽ സ്വകാര്യ ബസ്സുകൾ ഈ നടപടി തുടരാനാണ് സാധ്യത. പൊതുജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി ശോചനീയാവസ്ഥ നേരിടുന്ന മണ്ണുത്തി വാളയാർ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും MP ചൂണ്ടിക്കാട്ടി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തിപ്പലശ്ശേരി മയിലാടും കുന്നിൽ പ്രവർത്തിക്കുന്ന NPM അക്വാറ്റിക് ഫിഷ് ലിങ്ക്സ് എന്ന പേരിലുള്ള മത്സ്യ സംസ്കരണ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ തിരുവനന്തപുരം ട്രിബ്യൂണൽ കോടതി ഉത്തരവിട്ടു. മീൻ സംസ്കരണ ഫാക്ടറിയുടെ പ്രവർത്തനം പരിസരവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നുവെന്ന് കാണിച്ച് നാട്ടുകാർ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് നൽകിയത്. ഫാക്ടറി പ്രവർത്തിക്കുന്നത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് സമീപത്തുള്ള നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ ഗ്രാമവാസികളാണ്. പ്രതിഷേധത്തെ തുടർന്ന് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഫാക്ടറിയുടെ പ്രവർത്തനം താൽക്കാലികമായി തടയുകയും പിന്നീട് കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സമരസമിതി പ്രവർത്തകർ തിരുവനന്തപുരം ട്രിബ്യൂണൽ കോടതിയെ സമീപിച്ചത്. പ്രകൃതിയെയും കാലാവസ്ഥയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള കാർഷിക വികസനമേ പാടുള്ളൂവെന്നും ഭാവി തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാറ്റിവെക്കണമെന്നും സോഷ്യലിസ്റ്റ് ജനതാ സെക്രട്ടറി ജനറലും കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനുമായ വർഗീസ് ജോർജ് പറഞ്ഞു. കിസാൻ ജനതയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് TA ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു.
സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറേലി മുഖ്യപ്രഭാഷണം നടത്തി. സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.എ. പൗലോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അയ്യത്തിൽ അപ്പുക്കുട്ടൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മേഴ്സി തോമസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ.ജി. ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതമിത്ര അവാർഡ് ജേതാക്കളായ മേഴ്സി തോമസ്, ജോസഫ് എന്നിവരെയും തെങ്ങ്, നെല്ല്, ക്ഷീരം, സമ്മിശ്ര കൃഷി, അടുക്കളത്തോട്ടം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 45 പേരെയും ചടങ്ങിൽ ആദരിച്ചു. മോഷ്ടിച്ച ബൈക്കിന്റെ നമ്പർ മാറ്റി വീണ്ടും ബൈക്ക് മോഷണം നടത്തുന്നതിനിടെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് ഇലവങ്കോട് വീട്ടിൽ റിജിലിനെയാണ് SI VI സഗീർ, സ്ക്വാഡ് അംഗങ്ങളായ AK സുരേന്ദ്രൻ, സോമൻ, അജിത്, വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ മറ്റ് 2 പേരെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് എടക്കഴിയൂർ കാരക്കയിൽ ജാഫർ അലിയുടെ ബൈക്ക് മോഷണം പോയത്. ഇതു സംബന്ധിച്ച് ചാവക്കാട് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ ബൈക്കിൽ പോയി റിജിൽ വെളിയംകോട് വെച്ച് മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂട്ടുപ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ക്ഷേത്ര വാദ്യ കലാരംഗത്തെ യുവപ്രതിഭകളെ അണിനിരത്തുന്ന വാദ്യവിസ്മയമാണ് പെരിങ്ങാവ് ശ്രീ ധന്വന്തരി മൂർത്തിയുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഉത്സവപ്രേമികൾക്ക് എക്കാലത്തും ഇഷ്ടപ്പെടുന്ന മേളവാദ്യത്തിന് പുതിയൊരു മാനം സൃഷ്ടിക്കുകയാണ് വാദ്യവിസ്മയം എന്ന പുതിയ കലാരൂപം. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ദീപാരാധനയിൽ ധന്വന്തരി മൂർത്തിയെ വണങ്ങിക്കൊണ്ട് യുവ മേള കലാകാരന്മാരാണ് ക്ഷേത്രസന്നിധിയിൽ വാദ്യവിസ്മയം തീർത്തത്. ചെണ്ട, തിമില, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്, താളം, കുറുങ്കുഴൽ എന്നീ വാദ്യോപകരണങ്ങൾ കൊണ്ടാണ് വാദ്യവിസ്മയം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വേദിയിൽ വാദ്യരംഗത്തെ 9 യുവപ്രതിഭകൾ അണിനിരന്നു. പരക്കാട് മഹേശ്വരൻ, കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ തിമില, പരക്കാട് മഹേന്ദ്രൻ ചെണ്ട, അക്കിക്കാവ് അനന്തകൃഷ്ണൻ മദ്ദളം, തിരുവമ്പാടി വിനീഷ് ഇടയ്ക്ക, പരക്കാട് ബാബു, പാഞ്ഞാൾ വേലുക്കുട്ടി താളം, മച്ചാട് പത്മകുമാർ കൊമ്പ്, കടവല്ലൂർ ബാബു കുറുങ്കുഴൽ എന്നിവരാണ് വാദ്യവിസ്മയം ഒരുക്കിയത്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രാങ്കണത്തിൽ നടന്ന വാദ്യവിസ്മയത്തിന്റെ അരങ്ങേറ്റ ഉദ്ഘാടനം തിരുവമ്പാടി ക്ഷേത്രം പ്രസിഡന്റ് പ്രൊഫസർ M. മാധവൻകുട്ടി നിർവഹിച്ചു. കാരിക്കേച്ചറിസ്റ്റ് ജയരാജ് വാര്യർ, പരക്കാട് തങ്കപ്പൻ മാരാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഉത്സവവേദികളിൽ ഈ പുതിയ കലാരൂപത്തിന് വേണ്ട പ്രോത്സാഹനം നൽകുമെന്ന് പ്രൊഫസർ M. മാധവൻകുട്ടി പറഞ്ഞു. എല്ലാ ഓർമ്മണിയന്മാരെയും കുഞ്ഞുട്ടന്മാരെയൊക്കെയാണ്. ഏതായാലും അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ പുറത്തു വീട്ടിൽ, വിശേഷാൽ പുറത്തു വീട്ടിൽ നിന്ന് ആണ്ടുമാരാറ് അനുഗ്രഹത്തോടെ ഇത് വളരെ ഭംഗിയായി തീർക്കാൻ അവർക്ക് കഴിയട്ടെ. 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന മേളം ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. ക്ഷേത്രവാദ്യങ്ങളുടെ തനിമ നിലനിർത്തി വ്യത്യസ്തമായ കലാരൂപത്തിന് പുതിയ ആസ്വാദകരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവപ്രതിഭകൾ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മേയർ ഇപ്പോഴും പ്രൊഫസർ R. ബിന്ദു. കോർപ്പറേഷന്റെ പേരിൽ തയ്യാറാക്കിയ വെബ്സൈറ്റിന്റെ കോർപ്പറേഷന്റെ മികച്ച പ്രവർത്തനത്തിനായി പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകണമെന്ന R. ബിന്ദുവിന്റെ അഭ്യർത്ഥനയുമുണ്ട്. വർഷങ്ങളായി വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാറില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് പ്രവർത്തകൻ ലാൽജിയെ വെട്ടിക്കൊന്ന കേസിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയോ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളോ ഇല്ലെന്ന് പോലീസ്. പേരാമംഗലം പാണ്ഡ്യത്ത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് 6.5 കോടി രൂപ വിലമതിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം കവർന്ന കേസിൽ 5 പേർ കൂടി പിടിയിൽ. പാമ്പുങ്ങൽ ക്ഷേത്രത്തിലെ മഠാധിപതിയും കേസിലെ മുഖ്യപ്രതിയും ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. ജനമൈത്രി പോലീസിന് സംസ്ഥാനത്ത് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് IG S. ഗോപിനാഥ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി പോലീസ് പുതിയ മുഖം നേടേണ്ടതുണ്ടെന്നും IG. ശ്രീനാരായണ ഗുരുദേവന്റെ 159ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ജില്ലയിലെങ്ങും ആചരിച്ചു. അനുസ്മരണ യോഗം, ജയന്തി ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ നടന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.